അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയസ്കന്ധം 16-ാമത്തെ അധ്യായം 47-ാമത്തെ ശ്ലോകം മുതൽ ഈ അധ്യായത്തിൻ്റെ സമർപ്പണ ശ്ലോകമായ 60-ാമത്തെ ശ്ലോകം വരെ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് ആ ജഗദംബികയുടെ പാദാരവിന്ദങ്ങളിൽ ജപമലരുകളായി സമർപ്പിക്കുന്നു. നച വിശ്വസിതവ്യം വൈ കദാചിൽ കേനചിത്തദാ ലോഭശ്ചേതസി ചേൽ സ്വാമിൻ കീദൃക് പാപകൃതം ഭയം. ലോഭാഹതാ പ്രകുർവന്തി പാപാനി പ്രാണിന കില പരലോകാൽ ഭയം നാസ്തി കസ്യചിൽ കർഹി ചിന്മുനെ. മനസാ കർമ്മണാ വാചാ പരസ്വാദാന ഹേതുതാ പ്രപതന്തി നരാ സമ്യക് ലോഭോപഹത ചേതസാം. ദേവാനാരാധ്യ സതതം വാഞ്ഛന്തി ച ധനം നരാ ന ദേവാസ്തൽക്കരേ കൃത്വാ സമർത്ഥാ ദാതുമഞ്ജസാ. അന്യസ്യാനീയതേ വിത്തം പ്രയച്ഛന്തി മനീഷിതം വാണിജ്യേനാധദാനേന ചൗര്യേണാപി ബലേന വാ. വിക്രയാർത്ഥം ഗൃഹീത്വാ ച ധാന്യവസ്ത്രാദികം ബഹു ദേവാനർച്ചയത്തെ വൈശ്യോ മഹദ്ഭിർമേ ഭവേദിതി. നാത്ര കിം പരവിത്തേച്ഛ വാണിജ്യേന പരന്തപ ഗ്രഹണകാലേ തു സംപ്രാപ്തേ മഹർഘം ചാപി കാംക്ഷതി. ഏവം ഹി പ്രാണിനഃ സർവേ
പരസ്വാദാന തൽപരാം വർത്തന്തെ സതതം ബ്രഹ്മൻ വിശ്വാസകീദൃശ പുന വൃഥാ തീർത്ഥം വൃഥാ ദാനം വൃഥാധ്യയനമേവ ച ലോഭമോഹാവൃതാനാം വൈ കൃതം തദകൃതം ഭവേൽ തസ്മാദേനം മഹാഭാഗാ വിസർജയ ഗൃഹം പ്രതി സപുത്രാഹം വസിഷ്യാമി ജാനകീവദ്വിജോത്തമ ഇത്യുക്തോസൗ മുനിസ്താവൽ ഗത്വാ യുധാജിതം നൃപം ഉവാച വചനം രാജ്ഞേ ഭാരദ്വാജ പ്രതാപവാൻ ഗച്ഛ രാജൻ യഥാകാമം സ്വപുരം നൃപസത്തമ നേയം മനോരമാഭ്യേതി ബാലപുത്രാ സുദുഃഖിതാ യുധാജിതുവാച മുനേ മുഞ്ച ഹഠം സൗമ്യം വിസർജയ മനോരമാം ന ച യാസ്യാമ്യഹം മുക്ത്വാ നേഷ്യാമ്യദ്യ ബലാത് പുനഃ ഋഷിരുവാച നയസ്വ യദി ശക്തിസ്തേ ബലേനാദ്യ മമാശ്രമാൽ വിശ്വാമിത്രോ യഥാധേനും വസിഷ്ഠസ്യ മുനേ പുരാ. ശ്രീ ജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ തൃതീയസ്കന്ധേ ഷോഡശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ ശരണം. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 47 മുതൽ ശ്ലോകം 60 കൂടിയുള്ള ആ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിനെയാണ് ഇപ്പോൾ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആരെയും വിശ്വസിക്കോല, മനസ്സിലായി ലോഭമുണ്ടേൽ, പാപം ചെയ്യുമ്പോഴുള്ളതാം ഭയമെവിടെ. ലോഭികളോ പലവിധ പാപങ്ങളെ ചെയ്തിടുന്നു, പരലോകഭീതിയവർക്കില്ല മാമുനേ. ലോഭത്താൽ മനം ദുഷിക്കും, മനസാ വാചാ കർമ്മണ അന്യന്റെ അപഹരിക്കും, അധപ്പതിക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവന്മാരെ ആരാധിച്ചു ധനത്തിനായി ആഗ്രഹിക്കും, ദേവന്മാർ സ്വന്തം നിലയ്ക്കു സമർത്ഥരല്ല. വാണിജ്യം ദാനം മോഷണം മനുഷ്യരോ ധനം നേടും, ദേവന്മാരോ ഇതെടുത്തു ഭക്തനും നൽകും. കച്ചവടം ചെയ്തിടുന്ന വൈശ്യധനം ലഭിക്കാനായി ദേവന്മാരെ പലവിധം പൂജിച്ചിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അന്യരുടെ ധനത്തിനായി കച്ചവടം ചെയ്തിടുന്നു, കച്ചവടം ചെയ്തിടുമ്പോൾ ലോഭമേറുന്നു. ഈ വിധത്തിൽ പ്രാണിവർഗം പരധനം മോഹിക്കുമ്പോൾ ഈ ലോകത്തിൽ വിശ്വാസമെങ്ങിനെയുണ്ടാകും.
അതുകൊണ്ടു രാജാവിനെ തിരിച്ചയക്കുക മുനെ. പുത്രനൊത്തു ജാനകി പോൽ ഞാനും കഴിയാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇതു കേട്ടു പ്രതാപിയാം ഭരദ്വാജ മുനിതാനും യുധാജിത്തിനടുത്തെത്തി ഏവം പറഞ്ഞു. രാജശ്രേഷ്ഠ, രാജ്യത്തേക്കു മടങ്ങുക, മകനൊത്തു കഴിയുന്ന മനോരമ ഇപ്പോൾ വരില്ല. യുധാജിത്ത് പറഞ്ഞു, പിടിവാശിയുപേക്ഷിക്കൂ, മനോരമയെ വിട്ടേക്കു, ബലാത്കാരമായവളെ കൊണ്ടുപോകും ഞാൻ. ഋഷി പറഞ്ഞു, വിശ്വാമിത്രൻ വസിഷ്ഠന്റെ പശുവിനെ എന്ന പോലെ ശക്തിയുണ്ടേലവളെ നീ കൊണ്ടുപോകുക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, അമ്മേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം ഇവിടെ തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതൽ 60 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ നാം അനുസ്മരിക്കുന്നത്. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 248-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇവിടെ വാമനൻ്റെയും ബലിയുടെയും കഥയൊക്കെ മനോരമ തൻ്റെ മുമ്പിലുള്ള മഹർഷി ശ്രേഷ്ഠനോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ രീതിയിൽ ആ ഭരദ്വാജൻ്റെ അടുത്ത് മനോരമ പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയണു, നച്ച വിശ്വസിതവ്യം വൈ കഥാചിൽ കേനചിത്തത ലോഭശ്ചേതസി ചേൽ സ്വാമിൻ കേതൃക് പാപകൃതം ഭയം. അല്ലയോ ഹേ സ്വാമിൻ, ആരും ആരെയും അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ്. എന്നുവെച്ചാൽ വിശ്വസിതവ്യം വൈ കഥാചിൽ കേനചിത്തത. കാരണം എന്താ? മനസ്സിൽ ലോഭമുണ്ടെങ്കിൽ, ലോഭശ്ചേതസി, ലോഭമുള്ള മനസ്സിൽ പാപം ചെയ്യുന്നതിൽ
കൊണ്ടുള്ള ഭയം ഇല്ലാതെയാവുന്നതാണ്. അല്ലെങ്കിൽ ഭയം എവിടെ എന്ന് ചോദിക്കുന്നു. കീദൃക് പാപകൃതം ഭയം ലോഭാഹതാത് പ്രകുർവന്തി പാപാനി പ്രാണിനക്കില. ലോഭം ബാധിച്ച ജീവികൾ, മനുഷ്യർ മാത്രമല്ല ജീവികൾ പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. പരലോകാൽ ഭയം നാസ്തി കസ്യതിൽ കർഹിച്ചുന്മുനെ. അവർക്ക് ആർക്കും തന്നെ പാപഭീതിയില്ല, പരലോകത്ത് ചെന്നാൽ നരകദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ചിന്തകളൊന്നും അവർക്കില്ല. മനസ്സാ കർമ്മണ വാച, മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും പരസ്വാദാന ഹേതുത. അപ്പോ ആ പ്രപതന്തി നരാസമ്യക് ലോഭോപഹത ചേതസ, ലോഭം കൊണ്ട് അത്യധികം ദുഷിച്ച് മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ അന്യരുടേത് അപഹരിക്കുന്നത് മൂലം എന്തുണ്ടാവുന്നു? അവരൊക്കെ നരാ പ്രപതന്തി, അവരൊക്കെ അധപ്പതിക്കുന്നു എന്നുള്ളതാണ്. ദേവാനാരാധ്യ സതതം വാഞ്ചന്തി ച ധനം നര. മനുഷ്യരെപ്പോഴും ദേവന്മാരെ ആരാധിച്ചിട്ട് ധനം നേടാൻ ആഗ്രഹിക്കുന്നു. ആ ദേവന്മാരോ അവരുടെ കയ്യിൽ ധനമില്ല. ന ദേവാസ് തൽക്കരേ കൃത്വാ സമർത്ഥാ ധാതു മഞ്ജസ. അവർക്ക് കൊടുക്കാനായിട്ട് അവരുടെ കയ്യിലൊന്നുമില്ല. എന്നാൽ അപ്പോ അന്യർക്ക് നൽകാൻ, ധനം എടുത്ത് മറ്റവർക്ക് കൊടുക്കാൻ ദേവന്മാരുടെ കയ്യിലില്ല. അപ്പൊ അവരെന്തു ചെയ്യും? അന്യസ്യാനീയതേ വിത്തം പ്രയച്ഛന്തി മനീഷിതം വാണിജ്യേനാഥ ദാനേന ചൗര്യേണാപി ബലേനവ. കച്ചവടം ചെയ്തോ, അതല്ലെങ്കിൽ വാണിജ്യം ദാനം മേടിച്ചിട്ടോ, ചൗര്യേണാപി മോഷണം നടത്തിയിട്ടൊക്കെ, അല്ലെങ്കിൽ ബലേനവ ബലമായി അപഹരിക്കുക, ബലാത്കാരമായിട്ട് അപഹരിച്ചോ അന്യർ കൈവശം വെച്ചിരിക്കുന്ന ധനം അപ്പോ തന്നെ പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിലെത്തിക്കാൻ ഓരോ ദേവനും കഴിവുണ്ട് എന്നാണ്. ഇങ്ങനെയാണ് ദേവന്മാരെ ആരാധിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ ദേവന്മാരെ സാധിപ്പിക്കണത് എന്നാണ്. അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നവരുടെ അഭീഷ്ടം സാധിക്കുന്നു. അങ്ങനെയാണ്, അല്ലാതെ ദേവന്മാരുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒന്നുമില്ല. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എടുത്ത് തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്നു. വിക്രയാർത്ഥം ഗൃഹീത്വാച ധാന്യവസ്ത്രാധികം ബഹു. ധാരാളം ധാന്യങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കച്ചവടം ചെയ്യുന്ന വൈശ്യര് ദേവാൻ അർച്ചയതേ വൈശ്യോ മഹദ്ധിർമേ ഭവേദിരി. എനിക്ക് ധാരാളം സമ്പത്തുണ്ടാവണേ എന്ന് വിചാരിച്ചും കൊണ്ട് ദേവന്മാരെ പൂജിക്കുന്നു. നാത്രകിം പരവിത്തേച്ഛാ വാണിജ്യേന പരന്തപ ഗ്രഹണകാലേ തു സംപ്രാപ്തേ മഹർഘം ചാപി കാംക്ഷതി. അപ്പോ അന്യരുടെ ധനം വേണമെന്ന് വെച്ചല്ലേ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ കച്ചവടം ചെയ്യുന്ന നേരത്ത് ഉള്ളതിൽ കൂടുതൽ വില വേണം എന്ന് ആഗ്രഹിക്കുന്നു. ധാർമ്മികമായിട്ടായില്ല ഇവരൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഏവം ഹി പ്രാണിന സർവേ, ഈ ജീവികൾ മുഴുവനും തന്നെ പരസ്വാദാന തൽപരാഹ, പരന്റെ ധനം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ വർത്തന്തേ സതതം ബ്രഹ്മൻ വിശ്വാസക്കീദൃശപ്പുന. പിന്നെ വിശ്വാസം എങ്ങനെയുണ്ടാവും? കച്ചവടക്കാരുടെ ഉദ്ദേശം എന്താണ്? അവർക്ക് ധനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടായാലും മറ്റുള്ളവരെ പറ്റിച്ചിട്ടായാലും അവർ ധനം ഉണ്ടാക്കും. വൃഥാ തീർത്ഥം വൃഥാദാനം വൃഥാധ്യയനമേവച ലോഭമോഹാവൃതാനാം വൈ കൃതം തദകൃതം ഭവൽ. തീർത്ഥാടനം വെറുതെയാണ്, വൃഥാവിലാണ്. ദാനം വൃഥാവിലാണ്. അതേപോലെ വേദാധ്യയനം ചെയ്യുന്നത് അതൊക്കെ വെറുതെയായി പോവും. കാരണം എന്താ? ലോഭവും മോഹവും ഉള്ള ആളുകൾ ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരേപോലെയാണ്. അവരിങ്ങനെ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് പ്രത്യേകതയൊന്നുമില്ല, അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് അവർ ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല. ഈ ചെയ്യുന്നത് കൊണ്ടുള്ള പുണ്യമൊന്നും അവർക്ക് കിട്ടില്ല. കാരണം എന്താ? ലോഭവും മോഹവും അത്യാർത്തിയും ആഗ്രഹവും അവരിലുണ്ട്. തസ്മാദേനം മഹാഭാഗ വിസസർജ ഗൃഹം പ്രതി. അതുകൊണ്ട് ഹേ മഹാഭാഗ, മഹർഷേ, ഈ രാജാവിനെ വീട്ടിലേക്ക് തിരിച്ചയക്കൂ. സപുത്രാഹം വസിഷ്യാമി ജാനകീവ ദ്വിജോത്തമ. ഞാൻ പുത്രനോടൊത്ത് ജാനകിയെപ്പോലെ ആ സീത വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചതുപോലെ ഞാനിവിടെ വസിക്കാം. ഇത്യുക്തോസൗ മുനിസ്താവൽ ഗത്വാ യുദ്ധാജിതം നൃപം
ഉവാച വചനം രാജ്ഞേ ഭാരദ്വാജ പ്രതാപവാൻ. ഇങ്ങനെ ആ മനോരമ പറയുന്നത് കേട്ടിട്ട് പ്രതാപവാനായിരിക്കുന്ന സാക്ഷാൽ ഭരദ്വാജൻ യുധാജിത്തിന്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഉവാച വചനം രാജ്ഞേ ഭാരദ്വാജ പ്രതാപവാൻ ഇത്യുക്തോസൗ. ആ മുനി തൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്ന മനോരമയുടെ വാക്ക് കേട്ട് യുധാജിത്തിനോട് പറയുന്നു. ഗച്ഛരാജൻ യഥാകാമം സുപുരം നൃപസത്തമ. ഹേ നൃപശ്രേഷ്ഠ, അങ്ങ് ഇഷ്ടം പോലെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവൂ. ജ്ഞേയം മനോരമാഭ്യേദി ബാലപുത്ര സുദുഃഖിത. തൻ്റെ മകനോടൊത്ത് ദുഃഖിച്ചു കഴിയുന്ന മനോരമ ഇപ്പോൾ വരുന്നില്ല. യുധാജിത്തിന് ദേഷ്യം വന്നു. യുധാജിതു വാച മുനേ മുഞ്ച ഹഠം സൗമ്യം വിസർജയ മനോരമാം ന ച യാസ്യാമ്യഹം മുക്ത്വാ നേഷ്യാമ്യദ്യ ബലാത് പുന. മഹർഷേ, പിടിവാശി ഉപേക്ഷിക്കൂ. മുഞ്ച ഹഠം, സൗമ്യയായ മനോരമയെ പറഞ്ഞയക്കുക. നച യാസ്യാമ്യഹം മുക്ത്വാ നേഷ്യാമ്യദ്യ ബലാത് പുന. ഇവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇവളെ കൊണ്ടേ പോവുള്ളൂ, ഇവളെ ഞാൻ ബലമായി പിടിച്ചുകൊണ്ടുപോകും. ഇത് കേട്ടപ്പോൾ ഭരദ്വാജൻ എന്തു പറഞ്ഞു? നയസ്വ യതി ശക്തിസ്തേ ബലേനാദ്യ മമാശ്രമാൻ. അങ്ങയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ ആശ്രമത്തിൽ നിന്ന് ആ പെൺകുട്ടിയെ, മനോരമയെ ബലമായി കൊണ്ടുപോയിക്കോളൂ. ഒരു കഥ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു. വിശ്വാമിത്രോ യഥാധേനും വസിഷ്ഠസ്യ മുനേപുര. വസിഷ്ഠമുനിയുടെ ആ പശുവിനെ പണ്ട് വിശ്വാമിത്രൻ കൊണ്ടുപോയ അതുപോലെ അങ്ങക്ക് ശക്തിയുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുകയാണ്. എന്താണ് അപ്പോൾ വിശ്വാമിത്രന് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ നാളെ അടുത്ത അധ്യായത്തിൻ്റെ ആദ്യത്തിൽ അത് കേൾക്കും. ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപൂർവം തൃതീയ സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ ശ്ലോകം മുതൽ 60 കൂടിയുള്ള ശ്ലോകങ്ങളോടുകൂടി ഇന്ന് സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമ. അമ്മേ ശരണം. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.